എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണം. പക്ഷേ എപ്പോഴും എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കാൻ പറ്റില്ല അല്ലേ? ദുഃഖങ്ങൾ മനുഷ്യൻ്റെ കൂടപ്പിറപ്പാണെന്ന് പറയും. പക്ഷേ അതിൽ നിന്നൊക്കെ പുറത്ത് കടന്ന് മുന്നോട്ട് പോയേ നമുക്ക് പറ്റുകയുള്ളൂ അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയണത് നിങ്ങൾ കാത്തിരുന്ന ഒരു കാര്യമാണ്. അത് ഞാൻ പറയാം. കണ്ടോ, നമ്മുടെ ചിണ്ടൻ കുഞ്ഞ് പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. കാരണം താഴെയാണ് എപ്പോഴും ജോലിക്കുട്ടി വന്ന് കിടന്നിരുന്നത്. ഇപ്പോഴും അവൻ്റെ മനസ്സിൽ ആ ഓർമ്മകളുണ്ടെന്ന് എനിക്ക് തോന്നും. അവൻ അപ്പുറത്തെ വശത്ത് കൂടി ഇറങ്ങിയിട്ട് അവിടെ ചെന്ന് എപ്പോഴും അങ്ങനെ മണത്ത് നോക്കണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. കുറേ നാൾ കഴിയുമ്പോൾ അവനും മറക്കുമായിരിക്കും. പക്ഷേ നമുക്ക് ഒരിക്കലും അവളെ മറക്കാൻ പറ്റില്ല. എന്നും നമ്മുടെ മനസ്സിൽ അവളുണ്ടാവും. അപ്പോൾ കുറേ പേര് ജോലിക്കുട്ടിയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു മറുപടി എനിക്ക് പറയണമല്ലോ. അതുകൊണ്ടാണല്ലോ കുറേ ദിവസങ്ങളായി പറയണമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അത് പറയാനായിട്ടുള്ള മനസ്സിനൊരു എന്താ പറയുക, മനസ്സൊന്നും ശരിയായി വരണ്ടേ, അല്ലെങ്കിൽ ഞാൻ അറിയാതെ കരഞ്ഞു പോവും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാത്തിരുന്നത് കേട്ടോ. അപ്പോൾ ചിണ്ടൻ കുഞ്ഞിനെ കാണിച്ചുകൊണ്ട് തന്നെ അത് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജോലിക്കുട്ടിയെ ഞാൻ എന്തുമാത്രം സ്നേഹിച്ചിരുന്നുവെന്നും നിങ്ങളും അവളെ വല്ലാതെ സ്നേഹിച്ചിരുന്നു. നിങ്ങൾ അവളെ ഇത്രയധികം സ്നേഹിക്കുമ്പോൾ എന്നും കണ്ടിരുന്ന അവളെ ഞാൻ എത്രയധികം സ്നേഹിച്ചിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവളുടെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം കൂടി കാണിക്കാം. കുറേ പേര് പറയാറുണ്ട് ചിണ്ടന് ബോൾ വാങ്ങിച്ചു കൊടുക്കുമെന്നൊക്കെ. എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ബോള്, വലിയ ബോള്, എന്താ പറയുക, ശബ്ദമുള്ള കളിപ്പാട്ടം ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ നേരത്തെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്താണ് കേട്ടോ. ഇത് കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൽ വരുന്ന എല്ലാ മൃഗങ്ങളോടും എല്ലാവരോടും ഒരുപോലെയാണ് സ്നേഹം കാണിക്കാറുള്ളത്. ചിണ്ടനും ഇതൊക്കെ കളിക്കാൻ ഇഷ്ടമായതുകൊണ്ട് വാങ്ങിച്ചു കൊടുത്തു എന്ന് മാത്രം. ജൂലിക്കും ബോളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ കേട്ടോ. നമ്മുടെ കയ്യിൽ നമ്മൾ ഒരു വലിയ പണക്കാരൊന്നും അല്ലെങ്കിലും നമുക്ക് പറ്റുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള അത്ര പണം നമുക്കില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും സ്വന്തം വീടുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ജോലി ഒരിക്കലും ഞാൻ എത്ര കാല് വയ്യായിരുന്നെങ്കിലും അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കില്ലായിരുന്നു കേട്ടോ. അതിനുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ളൊരു പണമൊന്നും നമുക്കില്ല, സ്ഥലമില്ല, വീടില്ല. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അവളെ പറഞ്ഞു വിട്ടത്. അപ്പം നിങ്ങളാരും ജോലിയെ ഞാൻ ഉപേക്ഷിച്ചു അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ. അത്രയ്ക്കും വേദനയോട് കൂടിയാണ് അവളെ ഇവിടെ നിന്നും ഞാൻ, എന്നാലും അവൾക്ക് സുരക്ഷിതമായൊരു സ്ഥലത്ത് എത്തിയെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം കേട്ടോ. നമ്മുടെ ജോലിക്കുട്ടി നമ്മളെ വിട്ടു പോയിട്ടിപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞു കേട്ടോ. എനിക്ക് ആ സമയത്ത് നിങ്ങളോട് സംസാരിക്കാനായിട്ട് പറ്റില്ല. കാരണം ഞാൻ അറിയാതെ കരഞ്ഞു പോയി. ഇപ്പം തന്നെ ഞാൻ എൻ്റെ മനസ്സിനെ പിടിച്ചു വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ്. എന്താ പറ്റിയെന്ന് അറിയില്ല. എന്താ പറ്റിയെന്ന് വെച്ചാൽ അവൾക്ക് നല്ല അസുഖമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നല്ലോണം മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു. ആഴ്ചകളോളം അവൾ അതെല്ലാം വെച്ചുകൊണ്ട് നടന്നു. അതിന് ഇൻഫെക്ഷനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ആ അപകടം പറ്റിയ സമയത്ത് അവളെ നമ്മൾ കണ്ടിരുന്നെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു. ആ സമയത്ത് അവൾ എവിടെയോ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണല്ലോ അവളെ നമ്മൾ കാണുന്നത്. അപ്പോൾ അതെല്ലാം അവൾക്ക് അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളവളെ ഷെൽട്ടറിലേക്ക് വിട്ടെങ്കിലും അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. നോക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. ഒരാഴ്ചയോളം അവൾ ഹോസ്പിറ്റലിൽ കിടന്നു. നല്ല ഹോസ്പിറ്റലാണ് ആക്കിയത്. ഇതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എന്നിട്ടും അവൾ നമ്മളെല്ലാവരെയും വിട്ടുപോയി. ഇവിടെ നിന്ന് അവളെന്നെ വിട്ടുപോയപ്പോൾ തന്നെ എനിക്ക് വലിയ സങ്കടമായിരുന്നു. അവളെ ഒരിക്കലും ഇനി കാണാൻ പറ്റില്ലല്ലോ, ദൂരേക്ക് പോയല്ലോ, അടുത്തൊക്കെ ആണെങ്കിൽ പോയി കാണാമായിരുന്നു എന്നൊക്കെ ഞാൻ വിചാരിച്ചു. കാണാൻ പോയിട്ട് പോലും എനിക്ക് കാണാൻ പറ്റിയില്ല അവളെ. ആ സങ്കടമൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ നിന്നെല്ലാം പുറത്തേക്ക് കടന്ന് മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. എന്നും എപ്പോഴും ഓരോ നിമിഷവും നടക്കുമ്പോഴും ഒക്കെ അവളെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. കാരണം അവളുടെ എല്ലാ കാര്യങ്ങളും ഈ വീടിന് ചുറ്റും ഉണ്ടല്ലോ. നിങ്ങൾ ആ റോഡ് കാണുമ്പോൾ പറയും ജോലിയോ ഓർമ്മ വരണോ. പക്ഷേ അപ്പോൾ എൻ്റെ കാര്യം ഞാൻ എന്നും കാണുമല്ലേ. പക്ഷെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള ജീവിതം നമുക്കുണ്ടല്ലോ. അതുകൊണ്ട് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങളെ കാണിക്കണത് കേട്ടോ. ഈ വീഡിയോയിൽ ഞാൻ പറയണത് ഇനി വീണ്ടും ജോലിയുടെ വീഡിയോ കാണിക്കാനായിട്ട് എനിക്ക് പറ്റില്ല. അപ്പോൾ ചിണ്ടനും വലിയ സങ്കടമുണ്ട് കേട്ടോ. അപ്പോൾ അവനെ കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയണം, ഇനി ഒരിക്കലും നമ്മുടെ ജോലിക്കുട്ടിയുടെ വീഡിയോ ഉണ്ടാവില്ല കേട്ടോ. അവൾ ദുഃഖങ്ങളും വിഷമങ്ങളും ഇല്ലാത്ത ലോകത്തേക്ക് പോയി. ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാത്തത് വ്യക്തമായിട്ട് നിങ്ങളോട് പറയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നല്ല രീതിയിലൊക്കെ സംരക്ഷിച്ച് കൊണ്ട് ഷെൽട്ടറിലൊക്കെ ആക്കിയിട്ടും അവൾ നമ്മളെ വിട്ടുപോയി. അതൊരു വിധിയായിരിക്കും. അവൾക്ക് അത്ര ആയുസേ ഉണ്ടാവുള്ളായിരിക്കും. പിന്നെ ഞാൻ എൻ്റെ വിഷമങ്ങളൊക്കെ തീർക്കണത് ഈ ചെടികളും പൂക്കളും ഒക്കെ കണ്ടിട്ടാണ്. പിന്നെ ചിണ്ടനും കുഞ്ഞിപ്പെണ്ണും അമ്മിണിയും എല്ലാവരും ഉണ്ടല്ലോ. വേറെ നമ്മൾ അറിയാത്ത കുറേ പൂച്ചകളൊക്കെ വന്ന് ഇവിടെ ഫുഡ് കഴിക്കുന്നുണ്ട്. എനിക്ക് പറ്റണത് പോലെ എല്ലാവർക്കും ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ.
ഇനിയും ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്കതിന് യൂട്യൂബിൽ നിന്നുള്ള വരുമാനമൊക്കെ കിട്ടണം. അതിന് നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമാണ്. നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനിയും വരുമ്പോൾ ഇതുപോലെ കുറേ പേരിവിടെ വരാനുണ്ട്, അവർക്കൊക്കെ ഫുഡ് കൊടുക്കണം. നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ബാക്കി എന്തെല്ലാം കാര്യങ്ങളുണ്ട്, നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യരും ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ കാര്യം കൂടി നമുക്ക് നോക്കണമല്ലോ. അങ്ങനെ ഞാൻ മുന്നോട്ട് പോവാണ് കേട്ടോ. അതിനെ സഹായിച്ച കുറേ പേരുണ്ട്, അവരും നല്ല വിഷമത്തിലാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മുന്നോട്ട് പോയിട്ടല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കും സങ്കടമായെന്നറിയാം, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മുന്നോട്ട് പോയിട്ടല്ലേ പറ്റുള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സമാധാനമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക. എല്ലാവർക്കും ടാറ്റാ.